സംസ്ഥാനത്ത് വീണ്ടും മരണാനന്തര അവയവദാനം. വാഹനാപകടത്തിൽ മരിച്ച എടവനാട് സ്വദേശി ജാസ്ലിയ ജോൺസന്റെ അവയവങ്ങളാണ് ദാനം ചെയ്യുന്നത്. കരൾ, വൃക്ക, നേത്രപടലം എന്നീ അവയവങ്ങളാണ് ദാനം ചെയ്തത്. അവയവദാനത്തിനുള്ള ശസ്ത്രക്രിയകൾ രാജഗിരി ആശുപത്രിയിൽ ആരംഭിച്ചിട്ടുണ്ട്. എടവനാട് സ്വദേശിയായ ജാസ്ലിയ അങ്കമാലി മോർണിംഗ് സ്റ്റാർ കോളേജിലെ 2ാം വർഷ ബികോം വിദ്യാർത്ഥിനിയായിരുന്നു. പഠനത്തോടൊപ്പം സ്പോർട്സിലും മികവ് പുലർത്തിയ ജാസ്ലിയ പാർട്ട് ടൈമായി ജോലി ചെയ്താണ് പഠനത്തിനുള്ള പണം കണ്ടെത്തിയിരുന്നത്. അങ്കമാലിയിലെ പിസ്സ വിൽപ്പനശാലയിലായിരുന്നു ജാസ്ലിയ ജോലി ചെയ്തിരുന്നത്. ജോലിക്ക് പോയിരുന്നതിനാൽ കോളേജ് ഹോസ്റ്റലിലാണ് താമസിച്ചിരുന്നത്. പഠനത്തിനോടൊപ്പം സ്പോർട്സിലും ജാസ്ലിയ തിളങ്ങിയിരുന്നു. യൂണിവേഴ്സിറ്റി തലത്തിൽ നിരവധി മെഡലുകളും നേടി. കോളേജിലെ യോഗ, വടംവലി, കൊക്കോ ടീമുകളിൽ അംഗമായിരുന്നു. മികച്ച പ്രകടനത്തിലൂടെ MG യൂണിവേഴ്സിറ്റി യോഗ ടീമിലും ഇടം നേടി. യോഗയിൽ കോളേജ് 2ാം സ്ഥാനം നേടിയപ്പോൾ ജാസ്ലിയ അതിൽ പ്രധാന പങ്കുവഹിച്ചു. കൊക്കോയിലും കോളേജ് 2ാം സ്ഥാനത്തെത്തുന്നതിന് ജാസ്ലിയയുടെ മികവ് കരുത്തായി. ഫെബ്രുവരി 28-ന് ജോലി കഴിഞ്ഞ് മടങ്ങുന്നതിനിടെയാണ് അങ്കമാലി ടെൽക്ക് ജംഗ്ഷനിൽ വെച്ച് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ കാർ ഇടിച്ച് തലയ്ക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയായിരുന്നു. അപകടത്തിന് പിന്നാലെ ഇന്ന് പുലർച്ചെ 6:38-ന് മസ്തിഷ്ക മരണം സംഭവിച്ചതോടെ ജസ്ലിയയുടെ അവയവങ്ങൾ ദാനം ചെയ്യാൻ കുടുംബം തീരുമാനിക്കുകയായിരുന്നു. വൃക്കകൾ കോട്ടയം മെഡിക്കൽ കോളേജിലേക്കും കൊച്ചി അമൃത ആശുപത്രിയിലേക്കും, നേത്രപടലം ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിലെ രോഗിക്കും നൽകും. കരൾ രാജഗിരി ആശുപത്രിയിലേക്കുമാണ് നൽകുന്നത്. അതേസമയം അങ്കമാലിയിൽ ജസ്ലിയ ജോൺസിനെ വാഹനമിടിച്ച് കടന്നുകളഞ്ഞയാളെ പിടികൂടാനായില്ല. അതിരമ്പുഴ സ്വദേശി ജോർജ് തോമസിന്റേതാണ് വാഹനം. ജോർജ് തോമസിന്റെ മകൻ ഡോക്ടർ സിറിയക്കാണ് വാഹനം ഓടിച്ചിരുന്നത്. എന്നാൽ അപകടമുണ്ടാക്കിയ വാഹനം പോലീസ് കണ്ടെത്തിയിരുന്നു. അന്വേഷണത്തിനൊടുവിൽ ആലപ്പുഴ തുറവൂരിൽ നിന്നാണ് കാർ കണ്ടെത്തിയത്. മഹീന്ദ്ര SUV 700 വാഹനമായിരുന്നു ജാസ്ലിയെ ഇടിച്ചത്.